ഹലോ ഗുഡ് മോർണിംഗ് എവ്രിവൺ. 2026 CapCut സീരീസ് എന്താണ് കീ ഫ്രെയിം ആൻഡ് മാസ്കിംഗ് നമ്മൾ പഠിച്ചു. ഇനി അത് രണ്ടും വെച്ചിട്ട് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആൻഡ് റീൽസ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം മാസ്കിലേക്ക് പോകാം. മാസ്കിൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് മിറർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ക്ലിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ എന്റെ ഫസ്റ്റത്തെ കീ ഫ്രെയിം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്റെ മിറർ എഫക്ട് ചെറുതാക്കി വെച്ചിട്ടാണ് കീ ഫ്രെയിം ആഡ് ആക്കുന്നത്. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ക്ലിപ്പാണ് ഞാൻ എന്റെ സെക്കൻഡ് കീ ഫ്രെയിം ആഡ് ആക്കുന്നത്. അപ്പോൾ ഞാൻ അത് വലുതാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്ലേ ആക്കുമ്പോൾ നമുക്കൊരു ഓപ്പണിംഗ് എഫക്ട് കിട്ടും. അടുത്തത് നമുക്ക് മാസ്കിങ്ങിന്റെ കൂടെ ഒരു റൊട്ടേറ്റിംഗ് എഫക്ട് വരുന്നത് നോക്കാം. മിറർ എഫക്ട് കൊടുത്തതിന് ശേഷം ക്ലിപ്പിന്റെ തുടക്കത്തിലേക്ക് ഫസ്റ്റ് കീ ഫ്രെയിം ആദ്യം ആഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം കേഴ്സർ ക്ലിപ്പിന്റെ എൻഡിലേക്ക് വെച്ചിട്ട് ആ ഒരു മിറർ എഫക്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് കീ ഫ്രെയിം ആഡ് ആവും. ഇത് പ്ലേ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റൊട്ടേറ്റിംഗ് എഫക്ട് കിട്ടും. അതിന്റെ കൂടെ നിങ്ങൾ കുറച്ച് ഷേക്കിംഗ് എഫക്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഫക്ട്സ് ഇട്ട് കൊടുത്താൽ സാധനം എന്താ ഇങ്ങനെ ഇരിക്കും. അടുത്തത് നമുക്ക് ഡയഗണലി റിവീൽ ചെയ്യുന്ന ഒരു എഫക്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് മാസ്കിങ്ങിൽ പോയിട്ട് മിറർ എഫക്ട് കൊടുക്കുക. അത് 45 ഡിഗ്രി ടിൽറ്റ് ചെയ്യുക. അതിനുശേഷം ഫെദേഴ്സിൽ പോയിട്ട് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ടു ഗെറ്റ് എ ബ്ലറി എഫക്ട്. കേഴ്സർ ക്ലിപ്പിന്റെ സ്റ്റാർട്ടിംഗിലേക്ക് വെച്ചിട്ട് ഈ ഒരു എഫക്ട് ലെഫ്റ്റ് കോർണറിൽ കാണാത്ത രീതിയിൽ ടോപ്പിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ആഡ് യുവർ ഫസ്റ്റ് കീ ഫ്രെയിം. എന്നിട്ട് കേഴ്സർ ക്ലിപ്പിന് ലാസ്റ്റ് എൻഡിലേക്ക് കൊണ്ടുവരിക. ആ നേരത്തെ വെച്ചിരുന്ന എഫക്ട് അവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് റൈറ്റ് കോർണർ അടിയിലേക്ക് ആയിട്ട് വെക്കുക. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് കീ ഫ്രെയിം ആഡ് ആയിട്ടുണ്ടാവും. വെൻ യു പ്ലേ ദിസ് വീഡിയോ നിങ്ങൾക്ക് ഡയഗണലി റിവീൽ ആവുന്ന ഒരു എഫക്ട് കിട്ടും. പിന്നെ കീ ഫ്രെയിമും മാസ്കിംഗ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എഫക്ട്സ് ആണ്. ഒന്ന് റിവീലിംഗ്. ക്ലിപ്പ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാസ്കിൽ പോയിട്ട് മിറർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് എത്ര വീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മേലേക്ക് ആക്കി വെക്കുക ഫസ്റ്റത്തെ പാർട്ട്. എന്നിട്ട് ആനിമേഷനിൽ പോയിട്ട് ഷേക്ക് 3 എന്ന് പറഞ്ഞ എഫക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഫക്ട് ഡിസൈഡ് ആയിട്ടുള്ളത് കൊടുക്കുക. അതിനുശേഷം ആ ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഓവർലേ ആയിട്ട് കൊടുക്കുക. ആ ഓവർലേ ആയി കൊടുത്തിരുന്ന ലെയർ ക്ലിക്ക് ചെയ്തിട്ട് മാസ്ക് ഓപ്ഷനിൽ പോയിട്ട് മാസ്ക് നടുക്കിലേക്കുള്ള ഭാഗത്തേക്ക് ആക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് നേരത്തെ കൊടുത്ത ആനിമേഷൻ ഈ സെയിം ക്ലിപ്പിനും കൊടുക്കുക. ഈ ചെയ്ത പ്രൊസീജിയേഴ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഓവർലേ ആയിട്ട് വെക്കുക. അതിനുശേഷം മാസ്കിൽ പോയിട്ട് മാസ്ക് ചെയ്യണത് താഴേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിനേക്കാളും കുറച്ച് ലെങ്ത് കുറയ്ക്കുക. തേർഡ് ലെയർ സെക്കൻഡ് ലെയറിനേക്കാളും കുറച്ച് ലെങ്ത് കുറയ്ക്കുക. ഞാനത് കാണിക്കുന്ന പോലെ ചെയ്യാം. ഇത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെയർ ബൈ ലെയർ റിവീൽ ആവുന്ന ഒരു എഫക്ട് കിട്ടും. ഇപ്പൊ ഞാൻ 3 ലെയേഴ്സിലാണ് വർക്ക് ചെയ്തിട്ട്. നിങ്ങൾക്ക് കൂടുതൽ ലെയർ വേണമെങ്കിൽ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ലെയേഴ്സിന്റെ എണ്ണം കൂടും. അപ്പോൾ കുറച്ചുകൂടി രസം ഉണ്ടാവും ഇത് കാണാനായിട്ട്. അതേപോലെ തന്നെ ഈ സെയിം ടെക്നിക് നിങ്ങൾക്ക് കട്ട് ഔട്ട് കൊടുക്കുമ്പോഴും അപ്ലൈ ചെയ്യാൻ കഴിയും. അടുത്തത് നമുക്ക് ഫ്രെയിം ഇൻ ഫ്രെയിം എഫക്ട് നോക്കാം. ഇത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് കാറിന്റെ വീഡിയോസിലൊക്കെയാണ്. നമ്മൾ അലോയ് വീലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ എഫക്ട് കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട 2 വീഡിയോസ് ആദ്യം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് വീഡിയോ സെലക്ട് ആക്കിയതിന് ശേഷം ഫ്രീസ് നിൽക്കുക. ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് സ്ക്രീൻഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. എന്നിട്ട് ആ ഫ്രീസ് ചെയ്ത പോർഷൻ ഓവർലേ ആയി കൊടുത്തിട്ട് ഫസ്റ്റ് ക്ലിപ്പിന്റെ എൻഡിലേക്കും സെക്കൻഡ് ക്ലിപ്പിന്റെ ഫസ്റ്റിലേക്കും വരുന്ന രീതിയിൽ ട്രിം ചെയ്ത് 5 സെക്കൻഡ് ആയിട്ട് കുറച്ച് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഓവർലേ വെച്ചിരിക്കുന്ന ലെയർ സെലക്ട് ചെയ്തിട്ട് മാസ്ക് ഓപ്ഷനിലേക്ക് പോയിട്ട് സർക്കിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളുടെ ടയറിന്റെ ആ ഒരു സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പ്രോപ്പർ സർക്കിൾ അല്ലെങ്കിൽ നമുക്ക് അത് ഓവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. അത് സെറ്റ് ആക്കിയതിനു ശേഷം അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ലെയറിന്റെ താഴേക്ക് തേർഡ് ലെയർ ആയിട്ട് അത് പ്ലേസ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു ലെയർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും മാസ്കിലേക്ക് പോയിട്ട് സർക്കിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ താഴെ ഇൻവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്കിൾ ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് റിവീൽ ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇൻവേർട്ട് ചെയ്ത കാറിന്റെ ബോഡി കാണിക്കുന്ന ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ആനിമേഷനിൽ പോയിട്ട് സൂം 1 കൊടുക്കുക. എന്നിട്ട് ടയറിന്റെ ഭാഗം മാത്രം കാണിക്കുന്ന ക്ലിപ്പിന്റെ ലെങ്ത് ഇത്തിരി കുറച്ചിട്ട് അതിൽ കീ ഫ്രെയിം ആഡ് ആക്കിയതിനു ശേഷം അത് സൈഡിൽ നിന്നോ താഴേന്നോ വരുന്ന രീതിയിൽ സെറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ പ്ലേ ആക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടയറിന്റെ ഭാഗം ഏറ്റവും ടോപ്പ് ലെയർ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ലെയേഴ്സിൽ പോയിട്ട് അത് സെക്കൻഡ് ലെയർ ആയിട്ട് മാറ്റി കൊടുക്കുക. ഇത് പ്ലേ ആക്കുമ്പോൾ നമുക്ക് ഫ്രെയിം ഇൻ ഫ്രെയിം എഫക്ട് കിട്ടും. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് റിയലി ഹെൽപ്ഫുൾ ടു യു. ഇതിൽ ബേസിക് ഇന്റർമീഡിയറ്റ് ആൻഡ് കുറച്ച് അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളൂ. ഹാപ്പി എഡിറ്റിംഗ്. ടാറ്റാ ബൈ ബൈ.